ശരിയെന്നാ. ഓക്കെ ഓക്കെ. മാസങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടിയ അളുവ മീനെ അവിടെ പിടിച്ചതിന് ശേഷം ഒരുപാട് പയ്യന്മാർ നമ്മളോട് ചോദിച്ചു കേട്ടോ, ചേട്ടാ മീൻ വിൽക്കുന്നതെന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി ഈ അളുവ മീൻ നമ്മൾ കൂട്ടിയിട്ട്, അപ്പോൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മീനൊന്നും അവിടെ കട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒന്ന് രണ്ട് പയ്യന്മാരെയൊക്കെ വിളിച്ചു നോക്കി കേട്ടോ. ഇങ്ങനെ ഒരു അളുവ മീൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് എത്രയാകും റേറ്റ്. അപ്പം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ തന്നു കഴിഞ്ഞാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കാർക്കും വേണ്ട, അതുമാത്രമല്ല ഇത്രയും വലിയ മീൻ കഴിക്കാനുള്ള ആരും തന്നെ അവിടെ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവസാനം ഞാൻ എന്ത് ചെയ്ത്, നമുക്ക് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതും നടക്കത്തില്ല, ഞാൻ നേരെ കൊണ്ട് ഫ്രിഡ്ജിലാണ് കയറ്റിയത്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഒരുപാട് മീനുകൾ ഇതുപോലെ പിടിച്ചിട്ടുമുണ്ട്, ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വയ്ക്കാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സമയം ജീവനോടെ ഇരിക്കുന്ന ഒരു മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന അളുവ അഥവാ ഹമൂർ എന്ന് പറയുന്ന മീൻ തന്നെയാണ്. ഞാൻ പിടിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയവും ഈ ജീവനോടെ തന്നെയാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വേറെ ഒരു ഐറ്റം ഉണ്ട്, ഉടുമ്പ് സ്രാവ് എന്ന് പറയും കേട്ടോ. ഉടുമ്പ് സ്രാവ് എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അത് ഇതുപോലെ തന്നെയാണ്, ഏകദേശം ഒരു 3-4 മണിക്കൂർ വരെ അത് നമ്മുടെ കരയിൽ വന്നു കഴിഞ്ഞാലും ജീവനോടെ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഈ മീനിനെ ഞാൻ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ നാളെ ഏതായാലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് ലേലത്തിൽ കൊടുക്കാം. കാരണം ഇത്രയും വലിയ മീൻ ഇവിടെ വച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ആളില്ല, പോരാഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം കഴിക്കാനുള്ള നമ്മുടെ പൊള്ളൽ മീൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ മീൻ വിറ്റ ആ ഒരു കാര്യം നമുക്ക് നോക്കാമേ. നമ്മൾ പിടിച്ച ഹമൂർ മീന് ആണ്ട് ഈ പയ്യനാണ് വാങ്ങിച്ചത്. മീന് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. നമ്മൾ പിടിച്ച ആ ചൂണ്ടയും റോളും എല്ലാം അതിൽ തന്നെ ഉണ്ട്. ആ തൂക്കാൻ പറ്റുന്നില്ല പയ്യന്. വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പക്ഷേ വിലയ്ക്ക് ലാഭം തന്നെയാണ്. പയ്യന് ചോദിച്ചു നോക്കാം. എത്ര കൊടുത്ത്? 1100. 1100 അല്ലല്ലേ, 1400 അല്ലേ? ആ 1400. ആകെ വന്ന ഒരു കലവ. മീനൊക്കെ കുറവാണ്, എന്നാലും പയ്യൻ 1400-നാണ് കിട്ടിയത്. ഇതേ ഇന്നലെ ഞാൻ പിടിച്ച മീനാണ്. ആ ഞാൻ ചൂണ്ടയിൽ പിടിച്ച മീനാണ്. ആ നമ്മുടെ അനിയനാണ് നിനക്ക് ലേലത്തിൽ തന്ന 1400-ന്. കഴിച്ചിട്ടുണ്ടോ? മീനിന്റെ പേരറിയോ? കലവ ഹമൂർ, അളുവെന്ന് പറയും ഇവിടെ, അളുവെന്ന് പറയും. ഓ ശരിയെന്നാ, കിട്ടിയ സാധനം എന്നാണ് പറയുന്നത്. ശരിയെന്നാ. ഓക്കെ ഓക്കെ. കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് കുടിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ. നമ്മൾ ജീവനോടെ തന്നെ ഫ്രീസറിൽ കൊണ്ട് വെച്ച കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർ കണ്ടതാണ്. എന്നാലും നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴേ മീനിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. കാരണം ആ പയ്യന് തന്നെ തോന്നിയിട്ടുണ്ട് മീൻ നല്ല പിടയ്ക്കുന്ന മീനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാവിലെ കൊണ്ടുവന്ന മീനാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇന്നലെ രാത്രി നമ്മൾ പിടിച്ച് അതിന് ഫ്രീസറിൽ കൊണ്ടുവച്ച് വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊണ്ട് കൊടുത്തതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമുക്ക് കിട്ടുന്ന മീനിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാലും നിങ്ങൾ ഇതുപോലെ മീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു 100% ഉറപ്പിലൊന്നും നിങ്ങൾ വരരുത്. കാരണം ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മീനിനെ പിടിക്കുന്ന രീതി എങ്ങനെയാണെന്നും മീനിനെ പിടിക്കാനുള്ള ഓരോ സൈസ് മീനിനും ഓരോ രീതിക്കുള്ള ചൂണ്ടയും റോളുമാണെന്നും. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം വരും. ഓക്കെ.